ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ അടുത്ത് ഒരാളാണ് ചോദിച്ചത് കേട്ടോ. ഒരു 3-4 ദിവസം മുമ്പേ നോ മേക്കപ്പ് എന്താണെന്നുള്ളതാണ് അവർ ചോദിച്ചത്. അതായത് നോ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ പണ്ടൊക്കെ അങ്ങനെയൊന്നുമില്ല, പിന്നെ ഞാനിപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതാണ് കേട്ടോ. നോ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയതല്ല, അത് തന്നെയാണ്. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ഇല്ലാത്ത കാരണം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ചോദിച്ചപ്പോഴാണ് കുറച്ച് ഞാനങ്ങനെ ഒരുപാട് പേരെടുത്തൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ബ്യൂട്ടീഷ്യന്മാർ ഞാൻ വിചാരിക്കുന്നത് തന്നെയാണോ എന്ന് വിചാരിച്ചിട്ട് അവരോടൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഈ നോ മേക്കപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് അവോയ്ഡ് ചെയ്തിട്ടുള്ളതല്ല. പക്ഷെ മേക്കപ്പ് ഇടണം, പക്ഷെ എന്നാലോ ആരും അറിയാനും പാടില്ല. അതാണ് ഇന്നത്തെ വൈറലായ ഒരു വൈറലൊന്നും അല്ല, എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായതാണ് നോ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ട്രെൻഡിങ്ങുമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഫുൾ ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ മേക്കപ്പ് എന്നാണ്. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ടാലും അത് അറിയാത്ത രീതിയിൽ ആണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പലർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണി നോ മേക്കപ്പ് ഇന്ന പ്രൊഡക്റ്റ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പലർക്കും അറിയാതെ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ നോ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ മേക്കപ്പ് ഇടാം, ഒരുപാടല്ല, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ നോ മേക്കപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു പുതിയ പ്രൊഡക്റ്റ്, അതെനിക്കറിയില്ല, അത് അവർ പറഞ്ഞു തരുന്നില്ല. പുതിയ പ്രൊഡക്റ്റ് എന്തോ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അതിൽ ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷനാണെന്ന് തോന്നുന്നു. അതങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ എന്താ പറയുക, മേക്കപ്പ് ചെയ്ത പോലെ തോന്നില്ല. പക്ഷെ ഡെയിലി നമുക്ക് ഇട്ടിട്ട് പുറത്ത് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ടാവും, ഫ്രഷായിട്ടുണ്ടാവും, നല്ല എന്താ പറയുക, ക്യൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. അതായത് സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഫേസ് ക്ലീൻ ആക്കിയിട്ട് എന്തെങ്കിലും ഫേസ് വാഷോ മൈൽഡ് സോപ്പോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു മോയ്സ്ചറൈസർ, വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആ മോയ്സ്ചറൈസറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫൗണ്ടേഷനോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോയ്സ്ചറൈസറിൻ്റെ കൂടെ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ഫൗണ്ടേഷൻ ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രീം ആയാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊടിക്കായി പറഞ്ഞു തരാം, പൗഡർ ആയാലും മതി കേട്ടോ. പക്ഷെ നല്ല ബ്രാൻഡഡ് പൗഡർ ആയിരിക്കണം. അപ്പോൾ അത് ഒന്ന് മോയ്സ്ചറൈസറിൽ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഡോട്ടാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇല്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ മോയ്സ്ചറൈസറിൽ ക്രീമോ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പൗഡർ ക്രീം പോലെ അതിൽ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. മുഖത്തും കഴുത്തിലുമൊക്കെ, കൈകാലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിന് സൺസ്ക്രീൻ മസ്റ്റാണ്. ഇത് സൺസ്ക്രീനിൽ ഉള്ളവർക്ക് സൺസ്ക്രീനിൽ തന്നെ ഈ ഇത് മിക്സ് ചെയ്തിട്ടും ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക, പൗഡർ ഇടുക. അത് കോമ്പാക്റ്റ് ആകും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൗഡറാകും. അതൊന്ന് ലൈറ്റായിട്ട് ഇട്ടിട്ട് തുടച്ച് കളയുക കേട്ടോ. അപ്പോൾ ഇതാണ് ലൈറ്റ് മേക്കപ്പ്. അപ്പോൾ ഇതാകുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നിനും നല്ലതാണ്, എപ്പോഴും ഫ്രഷായിട്ടുണ്ടാവും കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്, അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് മുതൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പോൾ ത്രെഡിങ് ഒന്നും അത്ര ട്രെൻഡിങ് അല്ല എന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. അപ്പോൾ ത്രെഡിങ് വേണ്ടവർ ചെയ്യുക, അല്ലാത്തവർ ത്രെഡിങ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സൂട്ടാകുന്നത്, ഒരു ഐലൈനറോ അല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ ഐലൈനർ ഇട്ടില്ലെങ്കിൽ ഒന്ന് ഐബ്രോസ് ചെയ്യുക, അത്രമാത്രം മതി കേട്ടോ. ലൈറ്റായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ മേക്കപ്പ്. പിന്നെ എന്താ ചെയ്യുക, ബ്ലഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കവിളിൻ്റെ അവിടെ നിങ്ങൾക്ക് പീച്ച് കളറിലുള്ള എന്താ പറയുക, ബ്ലെൻഡ് ചെയ്യുക. പീച്ച് കളറിലുള്ള നമ്മളിവിടെ ഇങ്ങനെ ഇതായില്ലേ, ബ്ലഷ് ചെയ്യില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ മതി. അത് ലൈറ്റായിട്ട് എടുത്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സൂട്ടാകുന്നത്
പീച്ച് കളറിലുള്ളതാണ് എല്ലാ സ്കിന്നുകാർക്കും സൂട്ടാകുന്നത്. ലൈറ്റായിട്ട് എടുത്തിട്ട് ഇവിടെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുക, അത്രമാത്രം മതി കേട്ടോ. അതാണ് നോ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ എന്താ പറയുക മേക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മേക്കപ്പ് സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിന്നിന് നല്ല അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് കഴുകി കളഞ്ഞിരിക്കണം കേട്ടോ. മനസ്സിലായില്ലേ? എത്ര വൈകിയാലും നിങ്ങൾ എന്താണോ ഫേസിൽ ഉപയോഗിച്ച് കഴുകുന്നത് വെറുതെ കഴുകാൻ പാടില്ല, എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കളയണം. അപ്പോൾ ഈ ഫേസിന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോ മേക്കപ്പിലൂടെ നിങ്ങൾക്ക് നല്ല തിളങ്ങി നടക്കാൻ പറ്റും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നവർ ഇടുക കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ ഈ പറഞ്ഞ പോലെ പീച്ച് കളർ അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, ലിപ്സ്റ്റിക്ക് എങ്ങനെ ഇടുന്നതെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പിന്നെ ഞാനിപ്പോൾ ട്യൂസ്ഡേയും ഫ്രൈഡേയും ആണ് വീഡിയോ ഇടുന്നത് കേട്ടോ. മൺഡേ ഇല്ല, ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാൻ പറയാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റ.